കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ വലിയ രീതിയിലുള്ള ഡ്രാമയാണ് കളിച്ചത്. ഈ നാടകത്തിൻ്റെ അവസാനം PP ദിവ്യ ജാമ്യത്തിലിറങ്ങിയ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള വന്ന് സ്വീകരിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. ദിവ്യയെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ മകളാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചതിക്കാനായിരുന്നു MV ഗോവിന്ദനും CPIM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു കാര്യങ്ങളിൽ ബോധ്യപ്പെട്ടത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ രീതി വഴി അവരിലേക്ക് കൃത്യമായി സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി നോക്കി. മഞ്ജുഷ പത്തനംതിട്ടയിലെ CPIM-കാരെ വരെ കണ്ടം വഴി ഓടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉദയഭാനുവിനെ വരെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ്. തങ്ങൾക്കാരുടെയും സഹായം വേണ്ട, നീതിക്ക് വേണ്ടി ഏറ്റവും അവസാനം വരെയും പോരാടും. CPIM എന്നാൽ പത്തനംതിട്ടയായാലും കണ്ണൂരായിരുന്നാലും അവരുടെ അജണ്ട ഒന്നു തന്നെയാണ്. അവരുടെ ആസ്ഥാന കേന്ദ്രം കണ്ണൂരാണ്. കണ്ണൂർ ലോബിയെ തൊട്ടാൽ CPIM വെറുതെ ഇരിക്കില്ല. കണ്ണൂർ ലോബിയുടെ കൊള്ളരുതായ്മകളെയെല്ലാം പൊളിച്ചു കാണിക്കുന്ന നിർണായക തെളിവുകൾ കൃത്യമായും നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് മഞ്ജുഷ ഉറപ്പിച്ച് പറയുന്നുണ്ട്. PP ദിവ്യ കാണിച്ച അഴിമതികൾ പുറത്തു വരാതിരിക്കാനും അവിടെ കളക്ടർ അരുൺ K വിജയൻ്റെ നിർണായക നീക്കങ്ങളെല്ലാം പൊളിച്ചെടുക്കാനുമുള്ള തെളിവുകൾ നവീൻ ബാബുവിൻ്റെ കൈവശമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ ഗീത IAS-ൻ്റെ നിർണായക തെളിവ് എത്തി നിൽക്കുന്നത്. ഇതോടുകൂടിയാണ് മഞ്ജുഷ പോരാട്ടം ശക്തമായി മുറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മഞ്ജുഷയുടെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോൺ റാൽഫ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ കൊടുത്ത കൃത്യമായിട്ടുള്ള വാദമുണ്ട്. ആ വാദം ഒന്നും തന്നെ വായിച്ചു നോക്കിയില്ലയോ എന്ന വലിയ ചോദ്യം ആരായുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ അപ്പീലിനെതിരെ, അതായത് ജാമ്യം കൊടുത്ത നടപടിക്കെതിരെ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. PP ദിവ്യയുടെ നാണംകെട്ട പല ഇടപാടുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായും അന്വേഷണ റിപ്പോർട്ടിൽ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചത് CPIM-ൻ്റെ കൃത്യമായ ഇൻ്റർഫിയറൻസ് കാരണമാണെന്നും പോലീസ് അതിന് വീഴ്ച വരുത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തതും അവിടെ സെല്ലുലോയിഡ് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സംബന്ധിക്കുന്ന വിവരത്തെ പറ്റി അതിനകത്ത് പോലും അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ക്രമക്കേട് നടന്നിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കണ്ണൂരിലെ ജില്ലാ കളക്ടറായി ഇപ്പോഴും അരുൺ K വിജയൻ ഇരിക്കുന്നത് അത്ഭുതകരമാണ്. കാരണം സംശയാസ്പദമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള നിർണായക തെളിവ് അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് പോലീസും ജില്ലാ നേതൃത്വവും വലിയ തോതിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയാണ്. ഒപ്പം IAS അസോസിയേഷനും അദ്ദേഹത്തെ സംരക്ഷിച്ച് പിടിക്കുകയാണ്. വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ IAS കളയുന്നതും ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള നടപടികൾ എന്നേ ചെയ്യേണ്ടതായിരുന്നു. മഞ്ജുഷയുടെ മൊഴി പോലും നേരത്തെ എടുക്കാൻ SIP തയ്യാറായില്ല. ഇതിനകത്തു നിന്നും എന്താണ് വ്യക്തമാകുന്നത്? കേസ് തേച്ചുമാച്ച് കളയാനും ഒത്തുതീർപ്പാക്കാനും വേണ്ടിയുള്ള ശ്രമം നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു. അതായത് നവീൻ ബാബു മരണപ്പെട്ട സമയം മുതൽ തന്നെ ജില്ലാ പോലീസ് നേതൃത്വം ഇതിനു വേണ്ടിയുള്ള ത്വരിതപ്പാടിലായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇതെന്ന് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് വ്യക്തമാക്കിയിരിക്കുന്നു.